അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു അധ്യാപകൻ്റെ ചോദ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബ്രോക്കൺ ഫാമിലികൾ, അതായത് മാതാപിതാക്കൾ പരസ്പരം അകന്ന് ജീവിക്കുന്ന, ഒരുപക്ഷെ ഡൈവേഴ്സായ അത്തരം ദമ്പതികളുടെ മക്കൾ സ്കൂളുകളിലുണ്ടാവും. അപ്പോൾ അവരെ പരിചയപ്പെടുമ്പോൾ അവർ വളരെ തകർന്ന് ഭയങ്കര ഡെസ്പായി ഒക്കെ ആയിരിക്കും അവരെല്ലാ സമയത്തും സ്കൂളുകളിൽ കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടികളെ നമുക്ക് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമെന്നതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ നിരാശപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. പ്രതീക്ഷ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെള്ളത്തിൽ അകപ്പെട്ടിട്ട് കരയിലേക്ക് നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കരക്കണയാൻ എനിക്കിനി പറ്റില്ലെന്ന് നീന്തി നീന്തി കുഴങ്ങി പ്രയാസപ്പെടുന്ന സമയത്ത് ഒരാൾക്ക് തോന്നിയാൽ അയാൾ മുങ്ങും. നേരെ മറിച്ച് ഞാൻ കരക്കണഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും വല്ല ബോട്ടോ തോണിയോ എന്നെ കണ്ടെത്തിയേക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും വന്നേക്കാം എന്ന ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടെങ്കിൽ അയാൾ വീണ്ടും നീന്തും, വീണ്ടും അയാൾ പരിശ്രമിക്കും, വീണ്ടും അയാൾ കാത്തു നിൽക്കും. ഒരുപക്ഷെ 4 ദിവസത്തോളം ഭക്ഷണപാനീയങ്ങളില്ലാതെ ബോട്ട് മുങ്ങിയിട്ട് കടലിൽ ഒറ്റപ്പെട്ട് രക്ഷപ്പെട്ട ഒരാളെ ഈ അടുത്ത ദിവസങ്ങൾ നമ്മൾ വായിച്ചു. ഒരു പ്രതീക്ഷ ഉണ്ടായാൽ മതി. അപ്പോൾ ഇത്തരത്തിൽ ജീവിത പ്രതിസന്ധിയിലായിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടത് പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. എന്ത് പ്രതീക്ഷ? അവൻ പഠിച്ച് അവൻ്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ഏറ്റവും അത്യുന്നതമായ സ്ഥാനങ്ങൾ, അവൻ്റെ കൂടെയുള്ള മുഴുവൻ കുട്ടികളുടെയും മുകളിൽ ആരും വിചാരിക്കാത്ത ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും. അതിനുള്ള കഴിവ് നിനക്കുണ്ട്, പ്രാപ്തി നിനക്കുണ്ട് എന്നവനെ ബോധ്യപ്പെടുത്തുകയും അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് പോകാൻ അവനെ സഹായിക്കുകയും ചെയ്താൽ ആ ലക്ഷ്യത്തിലെത്താനുള്ള ആഗ്രഹവും പ്രതീക്ഷയും അവൻ്റെ ഇപ്പോഴത്തെ എല്ലാ പ്രതികൂലതകളെയും അവൻ മറക്കും. കാലിൽ തട്ടുന്ന മുള്ളോ അല്ലെങ്കിൽ വീഴുമ്പോഴുണ്ടാകുന്ന മുറിവുകളോ ഒന്നും അവൻ ഓർക്കുകയേയില്ല. ആവേശകരമായി അവൻ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തും. അതുകൊണ്ട് നിരാശരായി ആകെ ദുർബലരായി നിൽക്കുന്ന അത്തരം കുട്ടികൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകി ആ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകുമെന്നുള്ള സാഹചര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഏതൊരു കുട്ടിയെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബമാണ് ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണത. ഭൗതിക ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണത ഒരു കുടുംബമാണ്. നമ്മൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ അടങ്ങുന്ന നമ്മുടെ ഒരു കുടുംബം. അങ്ങനെ ഒരു കുടുംബം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏകാന്തമല്ലല്ലോ. അതുകൊണ്ട് ഏതൊറ്റപ്പെട്ട കുട്ടികൾക്കും ഏത് അനാഥർക്കും ഒരു കുടുംബമുണ്ടാകുമല്ലോ ഒരു കാലത്ത്. പെൺകുട്ടിയാണെങ്കിൽ അവളെ ഏറ്റെടുക്കുന്നൊരു പുരുഷൻ വരുന്നൊരു സമയം വരും. ഒരാൺകുട്ടിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഇണ വരും. പിന്നെ നമ്മൾ ഏകാന്തമല്ലല്ലോ, നമ്മൾ ഒറ്റക്കല്ലല്ലോ. വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, എല്ലാവരും നഷ്ടപ്പെട്ടാലും ഒരു വിവാഹത്തിലൂടെ, ഒരു ദാമ്പത്യത്തിലൂടെ നമ്മൾ എന്തു ചെയ്യാണ്? നാഥനുള്ളവരാവുകയാണ്, അനാഥത്വത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും പറ്റും. കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോയ പെൺകുട്ടികളുണ്ടായിരിക്കും. ഒരു വിവാഹം കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുവരെയുള്ള ഈ വീട്ടിലത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എന്ന് പറയുമ്പോൾ അവർക്കതൊരു വലിയ പ്രതീക്ഷയാണ്. അത്തരം പ്രതീക്ഷകളിലൂടെ നമുക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഒരു നല്ല കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, അതേപോലെ നല്ല ഒരു വിദ്യാഭ്യാസ ഭാവിയെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷകൾ. അപ്പോൾ നല്ല പ്രതീക്ഷകൾ നൽകി നിരാശപ്പെട്ട് വഴികളിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നവരെ ഒരുപക്ഷെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചേക്കും.